ജവാബ് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മുഅദ്ദിൻ ഇങ്ങനെ ബാങ്കിന്റെ ലഫ്ള് തുടങ്ങുമ്പോ അത് കേൾക്കുമ്പോ നമ്മളും പറയണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ ഓരോ വാക്കുകൾക്കും നമ്മൾ ജവാബ് കൊടുക്കണം. ഹയ്യ അലസ്സലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മളിൽ പലർക്കും ബാങ്കിന്റെ ലഫ്ലുകൾക്ക് ജവാബ് കൊടുക്കേണ്ടത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അത് പഠിക്കാൻ തയ്യാറാകുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ വേണ്ടതായിരുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു, ജീവിതത്തിൽ പകർത്തേണ്ടതായിരുന്നു എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയുമോ? അസ്രായീലിന്റെ കരങ്ങളുടെ മുമ്പിൽ നമ്മുടെ റൂഹ് പിടയുന്ന സമയത്താണ്. പക്ഷേ അപ്പ ആലോചിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? ഒരു ഫലവുമില്ലല്ലോ. അപ്പ ആലോചിച്ചിട്ടൊരു കാര്യവും ഉണ്ടാകില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബാങ്കിന്റെ ലഫ്ലുകൾക്ക് ജവാബ് പറയേണ്ടത് നമ്മൾ പഠിക്കണം. ഹയ്യ അലസ് സ്വലായിൽ, ഹയ്യ അലൽ ഫലായിൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അങ്ങനെ ഓരോ ലഫ്ലുകൾക്കും ജവാബ് കൊടുത്ത് ശീലമുണ്ടെങ്കിൽ അവൻ മരിക്കാൻ കിടക്കുമ്പോ ആ ബാങ്കിന്റെ ലഫ്ല് അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോ ശ്രദ്ധയോടുകൂടി ജവാബ് കൊടുത്ത മനുഷ്യനാണെങ്കിൽ അവന്റെ അവസാന സമയത്ത് കലിമ ചൊല്ലാൻ ഒരാളും നിർബന്ധിക്കേണ്ടി വരില്ല, ആരും അവനെ കീർത്തിക്കേണ്ടി വരില്ല. അവസാന ശ്വാസത്തിന് മുമ്പ് സ്വമേധയാ ഭംഗിയോടെ സുന്ദരമായി അവൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. വആഖിറു അൽഫാദിൽ അദാനി യുഖാരിനു بأنفاسه الأخرى التي لم يعقبي. മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിദ്ദഹുൽ അസീസ് വളരെ ശ്രദ്ധിച്ചിരുന്നു. ബാങ്ക് കൊടുക്കുമ്പോ ഇരിക്കുകയാണെങ്കിൽ എണീറ്റ് നിൽക്കുമായിരുന്നു അത്രേ, കിടക്കുകയാണെങ്കിൽ എണീക്കുമായിരുന്നു അത്രേ, ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കുമായിരുന്നു അത്രേ. ബാങ്ക് കേൾക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിരുന്നു മഹാനായ ശംസുൽ ഉലമാ. നമ്മൾ